എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അങ്ങനെതാ നമ്മുടെ സച്ചിയും രേവതിയും കൂടി മുട്ടൻ ഫൈറ്റൊക്കെ ഉണ്ടാക്കി രേവതി വീട്ടിലേക്ക് പോയി. നമ്മുടെ ലക്ഷ്മിയമ്മയാണെങ്കിൽ ഇടപെട്ടുകൊണ്ട് രേവതിയെ തിരികെ രവീന്ദ്രന്റെ വീട്ടിലെത്തിക്കുകയാണ്. അപ്പം വളരെ തോറ്റു തുന്നമ്പാടി വരുന്ന തന്റെ ഭാര്യയാണെങ്കിൽ സച്ചി നല്ല രീതിയിലിട്ട് റോസ്റ്റ് ചെയ്യാണ്. അല്ല, ഇതെന്താണ് പോയിട്ട് തിരികെ പോകുന്നത്? അതെ, ഞാൻ എൻ്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞു. അമ്മ വാക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ അച്ഛനും ഒരുപാട് വിഷമിച്ചാണല്ലോ നിന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് തിരികെ പോന്നു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കിനും അത് കൊള്ളാമല്ലോ, എന്തായാലും നീ തിരികെ വരും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. നിന്റെ അമ്മയും വീട്ടുകാരും ഒന്നുമേ നിന്നെ അവിടെ ഇരുത്താനായിട്ട് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് സച്ചി രേവതിയെ കളിയാക്കുകയാണ്. അപ്പൊ രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിൽ കട്ടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. താൻ കൊണ്ടുവന്ന ആ ഒരു ബാഗ് അതെടുത്ത് അലമാരിയിൽ പഴയതുപോലെ തന്നെ ഡ്രസ്സുകൾ വെക്കണമല്ലോ. അങ്ങനെ തുറന്ന് വെക്കാൻ തുടങ്ങുമ്പോൾ സച്ചി ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതെ രേവതി, ഇനിയും നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നീ ആ ഒരു ബാഗ് അതിനകത്തിരിക്കുന്ന തുണിയൊക്കെ അങ്ങനെ തന്നെ അവിടെ മാറ്റി വെച്ചേക്ക്. എപ്പോഴാണ് നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പോവാൻ തോന്നുന്ന സമയത്ത് അതെടുത്തോണ്ട് പോവാല്ലോ. പിന്നെ പെട്ടിയിൽ പെറുക്കി വെക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒന്നുകൂടി ദേഷ്യം വന്നു. ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അതൊക്കെ അവിടെ ഇട്ടിട്ട് പുള്ളിക്കാരി അങ്ങ് പോവാണ്. അപ്പം രവിക്കാണെങ്കിൽ ഇതാ തൻ്റെ മരുമോള് വന്നത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമൊക്കെ ആയി. അപ്പൊ ഈ വിവരങ്ങളൊന്നും നമ്മുടെ ചന്ദ്രമതി അറിഞ്ഞിട്ടില്ല. പുള്ളിക്കാരി ഈ സമയത്ത് ഭാമയോടൊപ്പം ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിലെത്തിയ ചന്ദ്രമതി ആണെങ്കിലോ ഭാമയോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഭാമേ ഡി, അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽ നിന്നാണെന്ന് ആലോചന വന്നത്. അപ്പം നമുക്കതങ്ങ് നടത്തിയാലോടി എന്ന് ചോദിക്കുകയാണ്. ഞാനും അത് തന്നെയാണ് നിന്നോട് പറയാൻ ഉദ്ദേശിച്ചത്. എന്തായാലും അവരാണെങ്കിൽ ഇതാ ചെറുക്കനെ വിദേശത്ത് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുധി ഇപ്പം നിസ്സാരമായി തന്നെ അവർ 50 ലക്ഷം രൂപ അത് അവന് സച്ചിയെ ഏൽപ്പിക്കാനും സാധിക്കും. അങ്ങനെ ആകുമ്പം എൻ്റെ മോൻ ഒരുപാട് സന്തോഷിക്കൂടി. അവന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ചന്ദ്ര ഒരു കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും രേവതി തിരികെ വന്ന കാര്യമൊന്നും ചന്ദ്രമതി അറിഞ്ഞിട്ടില്ല. അങ്ങനെ ചന്ദ്ര തിരികെ വീട്ടിലെത്തിയതും രേവതി വന്നു, ലക്ഷ്മിയാണ് രേവതിയെ കൊണ്ടുവന്നാക്കിയത് എന്നുള്ള സത്യമൊക്കെ തിരിച്ചറിയാണ്. ഞാൻ എങ്ങാനും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ അവളെ വലിച്ചു കീറി വിട്ടേനെ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സുധിയുടെ അടുത്ത് പറയുക. അപ്പൊ സുധിയാണെങ്കിൽ ഇരുന്ന് ദോശ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിന്നുകൊണ്ടിരിക്കുന്ന സുധിയാണെങ്കിൽ എൻ്റെ അമ്മേ, ഞാനാണെങ്കിൽ ഒന്ന് സമാധാനിച്ചതായിരുന്നു. ഇനി ആ ഒരു ശല്യം, അവളുടെ ആ ഒരു മോന്ത ഇനി കാണണ്ടല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ അതിപ്പതാ അതിലും വലിയ അബദ്ധമായി പോയി. അവളുടെ അമ്മ ഇവിടെ കൊണ്ടുവന്ന് അവളെ ആക്കിയപ്പോഴത്തേക്കിനും ആ തള്ളയും എന്നെ ഒന്ന് നോക്കിയിട്ടാ പോയത്. എന്തായാലും ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇനി എവിടെയെങ്കിലും വല്ല ഹോട്ടലിലോ ഹോസ്റ്റലിലോ ഒക്കെ പോയി താമസിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലിയൊക്കെ ശരിയാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പോയിക്കോളാന്ന് പറയുമ്പോൾ ചന്ദ്രയാണെങ്കിൽ മോനെ ദേ നിനക്ക് പറ്റിയ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂടി അത് നടത്തി തരാം. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ലൊരു തുക സ്ത്രീധനവും കിട്ടും. പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, ചെറുക്കന് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയാണെങ്കിൽ മോന് പറ്റിയ ആലോചന തന്നെയാണ്. നമുക്കത് നടത്താമെന്നുള്ള ആ ഒരു ബന്ധം നടന്നു കഴിഞ്ഞാൽ മോനെ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധം തന്നെയാണ്. പിന്നെ അവരാണെങ്കിൽ നിന്റെ വിദേശത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂടി അത് നടത്തി തരാമെന്നുള്ള ആ ഒരു വാക്ക് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുകയാണ്. അപ്പൊ ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ നമ്മുടെ ശ്രുതിയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ നമ്മുടെ ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും ശ്രുതിയുടെ കോള് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും അതെ ഞാൻ ശ്രുതിയാണ്, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ശ്രുതിനെ എനിക്ക് മനസ്സിലായി, ഫോൺ നമ്പറൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അതെ, ഞാൻ വിളിച്ചത് നിങ്ങൾ ജോലി അന്വേഷിക്കുമല്ലായിരുന്നോ? നിങ്ങൾക്ക് ജോലി കിട്ടിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേക്കിനും ഇല്ല, എനിക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ല. എന്താണ് ഇയാൾ എനിക്ക് എവിടെയെങ്കിലും ജോലി കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പം ഞാനിപ്പോൾ ഒരു ജോലി തരാം, പിന്നെ അതിന് അത്യാവശ്യം സാലറിയൊക്കെ ഞാൻ തന്നോളാം. എന്താണ് സംഭവം? തൻ്റെ കൂടെ വല്ല ബ്യൂട്ടി പാർലറിലും വല്ല തെറാപ്പിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും പോകാനാണോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും അല്ല സംഭവം. അതെ, നിങ്ങൾ അന്ന് എൻ്റെ ആ ഒരു മേഡത്തിൻ്റെ മാനേജറുടെ അടുത്ത് സംസാരിച്ചില്ലേ, എൻ്റെ ഭർത്താവാണ് എന്നും പറഞ്ഞിട്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുമോ, ഒന്നുകൂടി ഒന്ന് അഭിനയിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അഭിനയോ? അതിനെനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ. അതെ, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യണം. എന്തായാലും
മേഡം വിചാരിച്ചിരിക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞെന്നും എൻ്റെ ഭർത്താവാണ് നിങ്ങൾ എന്നുള്ള കാര്യമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവരെനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഒരു ട്രീറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനൊന്ന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയെ ട്രാപ്പ് ചെയ്യാണ് ശ്രുതി. അപ്പൊ ഇവളുടെ ഈ ഒരു ചതിയും കാര്യങ്ങളും ഒന്നും ഈ പൊട്ടന് മനസ്സിലാവുന്നില്ല. ഇവൻ ശരിക്കും ഒരു പൊട്ടൻ തന്നെയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ നീലിമ പറ്റിച്ചതിന്റെ അങ്ങേപ്പുറത്തെ ഫ്രോഡ് തരമാണ് ശ്രുതി ഇവന്റെ അടുത്ത് എടുക്കുന്നത്. പക്ഷെ ഇതൊന്നും മനസ്സിലാകാതെ ഈ പാവപ്പെട്ടവൻ അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് രേവതി ആണെങ്കിലോ സച്ചിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ കയറി ചെല്ലുമ്പോഴത്തേക്കിനും ഇവൻ ഇങ്ങനെ ഷർട്ട് ഇടാൻ തുടങ്ങുമ്പോൾ അവന്റെ കഴുത്തിൽ തന്റെ വീട്ടിൽ നിന്ന് നൽകിയ ആ ഒരു മാല കാണുന്നില്ല. അപ്പൊ മാല കാണാതിരിക്കുമ്പോൾ രേവതി അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മാല എന്തേ? ഏത് മാല? എന്റെ കഴുത്തെ മാലയൊന്നും ഇല്ലായിരുന്നല്ലോ. അല്ല, നമ്മൾ വിരുന്നിന് പോയ സമയത്ത് എൻ്റെ അമ്മയും അനിയത്തിയും കൂടി നിങ്ങൾക്കൊരു മാല സമ്മാനിച്ചില്ലേ, ആ മാല എവിടെയെന്ന് ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് ആ മാലയെ കുറിച്ചിട്ട് അത് നമ്മുടെ അശോകൻ എന്ന് പറയുന്ന രവിയുടെ ആ ഒരു കൂട്ടുകാരന്റെ വൈഫിന് വയ്യാതിരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് സച്ചിയാണെങ്കിൽ ആ മാല പണയം വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം കഴുത്തിൽ ആ മാല ഇല്ലാത്തത് കൊണ്ട് തന്നെ സച്ചി നമ്മുടെ രേവതിയുടെ അടുത്ത് കള്ളത്തരം പറയുകയാണ്. ആ മാലയുടെ കുഴയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് നന്നാക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം രേവതി പറയുന്നുണ്ട്, അയ്യോ എന്നാ അത് ആ വാങ്ങിയ ജ്വല്ലറി തന്നെ കൊടുത്തിരുന്നെങ്കിൽ പൈസയൊന്നും കൊടുക്കാതെ അവർ ശരിയാക്കി തരുമായിരുന്നല്ലോ എന്നുള്ള കാര്യം പറയുക. പാവം അവൾ അത് വിശ്വസിക്കുക കേട്ടോ. അപ്പൊ സച്ചിക്ക് ഉള്ളിലെ ആ ഒരു നന്മയൊന്നും രേവതിക്ക് അറിയത്തില്ല. അവള് കാണുമ്പോഴൊക്കെ ചിന്തിക്കുമ്പോഴും ഒക്കെ ഇവനൊരു ദുഷ്ട കഥാപാത്രമായിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ രവിയുടെയും ചന്ദ്രമതിയുടെയും അവരുടെ ഫാമിലി ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതിയെയും അതുപോലെ തന്നെ സുധിയെയും കണ്ടിട്ട് പറയാണ്, ദേ മോനെ നിനക്ക് ചേരേണ്ട പെണ്ണ് തന്നെയാണ് രേവതി എന്നുള്ള കാര്യം പറയുക. പിന്നെ നിങ്ങളുടെ കല്യാണ ദിവസം ഞങ്ങൾക്ക് ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്ന കാരണം വരാൻ പറ്റാതിരുന്നത്. പെട്ടെന്നൊരു എമർജൻസി ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞിന്റെ കല്യാണത്തിന് നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ എത്തണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവര് വിവാഹത്തിന് ക്ഷണിക്കുമ്പോഴത്തേക്കിനും രേവതി ഇങ്ങനെയൊക്കെ പകച്ചു നിൽക്കുകയാണ്. സുധി ഭർത്താവാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പൊ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് വരിക. ആരോട് എന്താ പറയേണ്ടത്, എങ്ങനെയാണ് എടുത്തുചാട്ടക്കാരനായതുകൊണ്ട് തന്നെ സച്ചി പറയാണ്, അതെ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ്. സുധി കല്യാണ ദിവസം മുങ്ങിയ കഥയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതേ മനഃപൂർവ്വം നിങ്ങൾ ഇവിടെ നാടകം കളിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും വന്ന വിരുന്നുകാർക്കാണെങ്കിൽ പിന്നെ മിണ്ടാട്ടമില്ല. അവര് സത്യം പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാതെ തന്നെയാണ് വന്നത്. പക്ഷേ വീട്ടിൽ വന്ന് തന്നെയും തന്റെ ഭാര്യയും ഒക്കെ അപമാനിക്കാൻ ശ്രമിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് സച്ചി നല്ല മാസ് ഡയലോഗ് അടിച്ചതും ആ വന്ന വിരുന്നുകാർ വാലും ചുരുട്ടി ഓടുകയാണ്. അപ്പൊ രവിക്കാണെങ്കിലും വളരെ വിഷമായിട്ടോ. അപ്പൊ രവി പറയുന്നുണ്ട്, മോനെ നീ എന്ത് വിവരക്കേടാണ് ഈ കാണിച്ചത്? അവര് കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഈ നാട്ടുകാരും മുഴുവനും അറിഞ്ഞു അച്ഛന്റെ പുന്നാര മകൻ 50 ലക്ഷവും മുക്കി ഈ നാട് വിട്ട കഥയൊക്കെ. എന്നിട്ട് ഇവരറിഞ്ഞില്ലെന്നോ? അതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നാണോ അച്ഛൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നിന്ന് തർക്കിക്കുകയാണ്. അപ്പൊ രേവതിയാണെങ്കിലും ഈശ്വര ഈ മനുഷ്യൻ മഹാവഴക്കാളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എല്ലാവരും കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. താങ്ക്